ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാൻ 3 പപ്പടം പൊള്ളിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ തയ്യാറാക്കുന്ന ചമ്മന്തിയുടെ അളവിനനുസരിച്ചിട്ട് പപ്പടം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുശേഷം ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഞാനൊരു 10 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചുവന്നുള്ളിയോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എത്രമാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കുന്ന ഈ ചമ്മന്തിക്ക് കിട്ടുക. ഇതാ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത് വരാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ വലിപ്പത്തിലുള്ള വാളംപുളിയോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ അളവിൽ ഞാൻ തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ചമ്മന്തി തയ്യാറാക്കുന്നോ അതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയോടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിക്ക് പകരം ഞാൻ പറഞ്ഞിരുന്നല്ലോ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലൊരു അടിപൊളി ചമ്മന്തി കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണേ. ഇതാ നമുക്ക് ചമ്മന്തി എല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 3 പപ്പടം ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചേർക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പപ്പടം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.